Hello everyone, how are you all? Welcome to a new episode of English with Habish. So, in today's episode, ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾക്ക് സെൻസും ഫോറും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നോക്കാം. ഓക്കെ, പ്രിപ്പസിഷൻ ഓഫ് ടൈമിൻ്റെ ബന്ധപ്പെടുത്തിയിട്ട്, ഓക്കെ, ഇൻ റിലേഷൻ ടു പ്രിപ്പസിഷൻ ഓഫ് ടൈം. സോ സ്റ്റുഡൻസിന് എപ്പോഴും ഡൗട്ട് വരാറുണ്ട്, സെൻസ് ആണോ ഫോറാണോ ഉപയോഗിക്കേണ്ടതെന്ന്. ഓക്കെ, ഇവിടെ രണ്ട് സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ സെൻറ്റൻസ് ഐ ഹാവ് ബീൻ വർക്കിംഗ് ആസ് എ ടീച്ചർ സിൻസ് 2020. സെക്കൻഡ് സെൻറ്റൻസ് ഐ ഹാവ് ബീൻ വർക്കിംഗ് ആസ് എ ടീച്ചർ ഫോർ 3 years. ആദ്യത്തേതിൽ സിൻസ് 2020യും രണ്ടാമത്തേതിൽ ഫോർ 3 yearsഉം. ഓക്കെ, ഇത് രണ്ടും കറക്റ്റാണ്. ബട്ട് എപ്പോൾ സിൻസ് ഉപയോഗിക്കണം, എപ്പോൾ ഫോർ ഉപയോഗിക്കണം എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ആദ്യത്തേത് ഐ ഹാവ് ബീൻ വർക്കിംഗ് ആസ് എ ടീച്ചർ സിൻസ് 2020. സോ ഇതിൻ്റെ മലയാളത്തിലുള്ള ട്രാൻസ്ലേഷൻ 2020 മുതൽ ഞാൻ ഒരു അധ്യാപകനായി ജോലി ചെയ്യുന്നു. നോക്കൂ, 2020 മുതൽ. സോ സിൻസ് നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ആൻ ആക്ഷൻ, ഒരു ആക്ഷൻ്റെ ആരംഭ സമയം മുതൽ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് സിൻസ് 2020, ഈ 2020 മുതൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ സിൻസ് ഉപയോഗിക്കുന്നു. ലെറ്റ്സ് ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് സെൻറ്റൻസ്. ഓക്കെ, ഐ ഹാവ് ബീൻ വർക്കിംഗ് ആസ് എ ടീച്ചർ ഫോർ 3 years. ഇതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ ഞാൻ 3 വർഷമായി അധ്യാപകനായി ജോലി ചെയ്യുന്നു. ശ്രദ്ധിക്കൂ, 3 വർഷമായി. സോ ഫോർ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ടു സ്പെസിഫൈ ഡ്യൂറേഷൻ ഓഫ് ടൈം, സമയ ദൈർഘ്യത്തെക്കുറിച്ച് പറയാൻ. 3 വർഷം. ഓക്കെ, ടു സ്പെസിഫൈ ഡ്യൂറേഷൻ ഓഫ് ടൈം, ഒരു പീരിയഡ് ഓഫ് ടൈമിനെ കുറിച്ച് പറയാനാണ് നമ്മൾ ഫോർ ഉപയോഗിക്കുന്നത്. ഐ ഹാവ് ബീൻ വർക്കിംഗ് ആസ് എ ടീച്ചർ ഫോർ 3 years, 3 വർഷമായി. So let's look at 2 more examples and then you might get a better idea. Okay, ആദ്യം തന്നെ പറയട്ടെ, സിൻസ് സ്റ്റാർട്ടിംഗ് പോയിന്റ്, ആരംഭം. ഓക്കെ, ഫോർ ഡ്യൂറേഷൻ, സമയദൈർഘ്യം. ഷീ ഹാസ് ലിവ്ഡ് ഹിയർ സിൻസ് 2010. 2010 മുതൽ അവൾ ഇവിടെ താമസിക്കുന്നു. സിൻസ് ഉപയോഗിക്കുമ്പോൾ 2010 മുതൽ, ആ ഡേറ്റ് 2010 സ്റ്റാർട്ടിംഗ് പോയിന്റ്, അന്ന് മുതൽ ഇന്ന് വരെ. ഇവിടെ നോക്കൂ, ഷീ ഹാസ് ലിവ്ഡ് ഹിയർ ഫോർ 14 years. അവൾ 14 വർഷമായി. 14 വർഷത്തെ ഒരു ഡ്യൂറേഷനെ കുറിച്ചാണ് ഫോർ പറയുമ്പോൾ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് ലുക്ക് അറ്റ് another example. I have been running a business since 2010. 2010 മുതൽ ഞാൻ ഒരു ബിസിനസ് നടത്തുന്നു. സോ 2010 മുതൽ, സ്റ്റാർട്ടിംഗ് പോയിന്റ് എപ്പോഴാണ്? 2010. അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് പറയുമ്പോൾ നമ്മൾ സിൻസ് ഉപയോഗിക്കുന്നു. രണ്ടാമത്തെ സെൻറ്റൻസ് റൈറ്റ് സൈഡിൽ നോക്കൂ, ഐ ഹാവ് ബീൻ റണ്ണിങ് എ ബിസിനസ് ഫോർ 5 years. ഞാൻ 5 വർഷമായി ഒരു ബിസിനസ് നടത്തുന്നു. ഓക്കെ, അപ്പോൾ 5 വർഷമായി, ഇവിടെ ഡ്യൂറേഷൻ ആണ് പറയുന്നത് അല്ലേ, 5 വർഷമായി. അപ്പോൾ ഡ്യൂറേഷൻ പറയുമ്പോൾ ഫോർ ആണ് പറയുക. ഓക്കെ, സിൻസ് സ്റ്റാർട്ടിംഗ് മുതൽ അല്ലേ, സിൻസ് 2010 സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഫോർ ഡ്യൂറേഷൻ. ഓക്കെ, സമയദൈർഘ്യത്തെക്കുറിച്ച് പറയാൻ. So thank you my friends. I hope it was helpful to you all. Thank you.